വന്നിട്ടുള്ളത് നെസ്റ്റോയിലേക്കാണ് കേട്ടോ. ഏത് സമയം നോക്കിയാലും നമ്മൾ നെസ്റ്റോയിലാണ്, ഇപ്പോഴും ഷോപ്പിംഗ് ആണ്. അപ്പോൾ അതേ നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ 2 ഉണ്ണികൾക്കും ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. ശിവന് എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഓൾറെഡി ലേറ്റ് ആയിട്ടുണ്ട്. ഒന്നെങ്കിൽ ഇവിടെ നിന്ന് എടുക്കാം, അല്ലെങ്കിൽ വേറെ എവിടെ നിന്നെങ്കിലും എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. കാരണം അവിടെ ക്ലോസ് ചെയ്യാറായി, അത്യാവശ്യം ടൈം ആയിട്ടുണ്ട്. 11 മണി അങ്ങോട്ട് ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ. പിന്നെ ഇത് രണ്ടും ഞാൻ നോക്കി, 2 ഉണ്ണികൾക്കും കൂടിയിട്ട് എടുക്കാമല്ലോ എന്ന്. അതായത് എൻ്റെ അനിയത്തിയുടെ ഉണ്ണിക്കും കുട്ടൻ്റെ ചേട്ടൻ്റെ ഉണ്ണിക്കും എടുക്കാമല്ലോ. പക്ഷേ എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ക്വാളിറ്റി തോന്നണില്ല. അത് എന്ന് വെച്ചാൽ നന്നായി ചുരുങ്ങിപ്പോവും. അപ്പോൾ അത് കാരണം കൊണ്ട് പിന്നെ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സാധനം വേണ്ട. അത് മാത്രമാണെങ്കിൽ നല്ല എന്താ പറയുക, ഒരു നല്ല റേറ്റും ഉണ്ട്, അതിനനുസരിച്ചിട്ടുള്ള ക്വാളിറ്റിയും ഇല്ല. അപ്പോൾ അത് കാരണം കൊണ്ട് റേറ്റ് ആയാലും കുഴപ്പമില്ല, ഉണ്ണികൾക്ക് ഇടുമ്പോൾ ഒരു ഇത് വേണ്ട, സെറ്റ് ആവണ്ട. അത് കാരണം കൊണ്ട് ഞാനത് എടുത്തില്ല. അപ്പോൾ ഞങ്ങൾ ഉണ്ണികൾക്ക് വേറെ ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു, കാണിച്ചു തരാം കേട്ടോ ഞാൻ. പിന്നെ ഉണ്ണികൾക്ക് ഡ്രസ്സ് എടുത്തു. പിന്നെ കുറേ അധികം പടക്കങ്ങളും കമ്പിത്തിരികളൊക്കെ മേടിച്ചിട്ടുണ്ട്, ഒരുപാട് മേടിച്ചിട്ടുണ്ട്. വിഷുവിൻ്റെ തലേ ദിവസമാണ് കേട്ടോ ഞങ്ങൾ ഈ കമ്പിത്തിരി കത്തിച്ചുകൊണ്ടിരിക്കണത്. ഹായ് ഗായ്സ്, അപ്പോൾ നമ്മളിപ്പോൾ പോണത് എങ്ങോട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ വിജിക്കൊരു ഷൂട്ടുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ടാണ് വിഷു ഷൂട്ടാണ്. വിഷു ഷൂട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, ഉണ്ണിയുടെ ചോറുണ്ണിനെ അവളിട്ട ഡ്രസ്സ് കണ്ടില്ല, സെയിം കോസ്റ്റ്യൂമിൽ തന്നെയാണ്. അതിന്റെ കുറച്ച്, അതായത് ആ ബ്ലൗസിന്റെ നമുക്ക് വീഡിയോസ് കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ എന്തായാലും കുറച്ച് ചെറിയൊരു ഫോട്ടോഷൂട്ട് നമ്മൾ വെക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഷൂട്ടിംഗ് വില്ലേജിലേക്കാണ് പോണത് കേട്ടോ. ഇവിടെ നിന്ന് കുറച്ച് ദൂരമുണ്ട്. ശിവുവിന് കുറച്ച് ഫോട്ടോസ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അത് കാരണം കൊണ്ട് തന്നെ ശിവു നല്ല റെഡിമണി ആയിട്ടിരിക്കണത്. റെഡിമെയ്ഡ് ഇടയ്ക്ക് കണ്ണും ചൊറിയുന്നുണ്ട്. അപ്പൊ നമ്മളിപ്പോ വിജിയുടെ അടുത്ത് പോയിട്ട് സെറ്റായിട്ട് വേണം പോവാനായിട്ട്. അങ്ങനെ പിന്നെ നമുക്ക് വിഷുവിന്റെ ഒരു വ്ളോഗ് നമ്മൾ, അതായത് ഇന്നലത്തെ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അതും ഇതൊക്കെ കൂടിയിട്ട് ഒരുമിച്ചായിരിക്കും ഇടുക. പിന്നെ വിഷുവിന്റെ അന്നത്തെ വ്ളോഗ് നമ്മൾ സെപ്പറേറ്റ് വരാനായിട്ട്. ഈ പ്രാവശ്യം പടക്കം സാധനങ്ങളൊക്കെ മേടിച്ചത് എല്ലാവരും മേടിക്കുന്നുണ്ട്. നമ്മളൊരു കഴിഞ്ഞ പ്രാവശ്യം വരെ 3500 വരെ എത്തിയിട്ടല്ലോ. പക്ഷെ ഈ പ്രാവശ്യം 5000-ന് മേലെ കടന്നു എന്നാണ് എന്റെ ഒരു ഇത്. 2 പ്രാവശ്യമായിട്ട് മേടിച്ച് 5000-ന് മേലെ വന്നിട്ടുണ്ട് ബില്ല്. പക്ഷെ വിഷു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഇനിയിപ്പോ അടുത്ത കൊല്ലം ശിവുവിന് ഇഷ്ടമുള്ള ഐറ്റംസ് ഒക്കെ അപ്പൊ നമ്മളത് എന്തായാലും അതൊക്കെ കാണിച്ചു തരട്ടെ. നമ്മൾ എന്തൊക്കെയാണ് അവസാനിപ്പിച്ചു. എല്ലാവർക്കും ഭയങ്കര എന്താ പറയുക പരാതികളാണ്, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടുന്നില്ല എന്നൊക്കെ. എന്താ ചെയ്യാ, ഭയങ്കര മടിയും ചെയ്യാൻ എനിക്കെന്ന് വെച്ചാൽ എല്ലാത്തിനും ഇവന്റെ കൂടെ വേണം. ഇവല്ലാന്നുണ്ടെങ്കിൽ എനിക്കൊരു കാര്യത്തിനും ഇപ്പൊ എങ്ങോട്ട് പോവാണെങ്കിലും ഇവൻ എന്റെ എപ്പോഴും എന്റെ കൂടെ വേണം, അല്ലെങ്കിൽ ഞാൻ ഫുൾ ഡൗൺ ആയിരിക്കും. എന്താ വെച്ചാലേ ഇവല്ലാണ്ട് ഞാൻ ഇങ്ങോട്ട് പോവാറില്ല. ഒരു ദിവസം ഇവ ഉണ്ടായിരുന്നില്ല, അപ്പൊ ഞാൻ വിജയുടെ കൂടെ ഞാൻ ചാവക്കാട് പോയിട്ടുണ്ടായിരുന്നില്ലേ, മീനൊക്കെ എടുക്കാൻ വേണ്ടിട്ട് പോയിട്ടുണ്ടായിരുന്നു, നമുക്ക് പിക്കിൾ ഉണ്ടാക്കാൻ വേണ്ടിട്ട്. അപ്പൊ ഞങ്ങൾ അപ്പൊ അമ്മയൊക്കെ ഉണ്ട്, സാഗറുണ്ട്, വിജിയുണ്ട്, ചുക്കുളുണ്ട്, ശിവുണ്ട്. പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ ഡൗൺ ആയിരിക്കുന്ന എന്റെ കൂടെ. എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാല് വല്യാണ്ട് എനിക്ക് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കണം, ഇവന്റെ കൂടെ വേണം. സമയത്ത് വല്യന്റെ കൂടെ അപ്പൊ എനിക്ക് ആകെ ഞാൻ ഡൗൺ ആണ്, സുഖമില്ല. അപ്പൊ എനിക്ക് മനസ്സിലാവും ഇവൻ എന്താ ഒരു അതാണ് ഉദ്ദേശിച്ച്, മനസ്സിലായില്ലേ? അത് കാരണം എല്ലായിടത്തും പോകുമ്പോ ഇവന്റെ കൂടെ ഞാൻ ഉണ്ടാവും. പിന്നെ എങ്ങടെ, അതായത് ഇപ്പൊ ഒരു കടയിലേക്ക് ഇറങ്ങാണെങ്കിലും അവൻ എൻ്റെ അടുത്ത് ചോദിക്കും, നമുക്കിന്ന് കടയിൽ പോവല്ലേ, അത് മേടിക്കില്ല ഇത് മേടിക്കില്ല എന്നൊക്കെ. ഞങ്ങൾ അങ്ങനെയാണ് കേട്ടോ. അപ്പൊ അവൻ പോകുന്നിടത്തൊക്കെ ഞാൻ ഉണ്ടാവും, ഞാനുള്ളിടത്തൊക്കെ അവനും ഉണ്ടാവും. ശിവന് അങ്ങനെയാണ് ഞങ്ങള് വേണം. അതാണ് ശിവ്.
ചില സമയത്ത് ഫുഡ് കഴിക്കുമ്പോൾ ഞാൻ എപ്പോ പിന്നെ അന്ന് ഓർമ്മയില്ലേ അന്ന് ഞാൻ നെയ്ച്ചോറും അതുപോലെ അതെന്താ വെച്ചാലേ ഇപ്പൊ അവൾക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും വാരി കൊടുക്കണം അങ്ങനെയാണ്. പക്ഷെ അവളിപ്പോ എന്താ ഒറ്റയ്ക്ക് കഴിച്ചു തുടങ്ങേണ്ട ടൈമാണ്. അപ്പൊ ഒറ്റയ്ക്ക് കഴിച്ചു തുടങ്ങുന്ന വേണം. അത് പറയുമ്പോൾ അവൾക്ക് ദേഷ്യമാണ്. അപ്പൊ അവൾ എന്ത് ചെയ്തു, ഞാൻ കഴിക്കില്ല പറഞ്ഞാൽ എണീറ്റ് പോയി. അപ്പൊ കുട്ടി പറഞ്ഞു ഒന്ന് ടൈം എടുത്തിട്ട് ഇരിക്കേ, അവള് വരും. എനിക്ക് വെച്ചാൽ കഴിക്കാണ്ട് എനിക്ക് പോയില്ലേ, അപ്പൊ ഒരു വിഷമം. അപ്പൊ പറഞ്ഞു വേണ്ട അവള് വരട്ടെ, എനിക്ക് തോന്നുമ്പോ ഞാൻ വരും ഇരുന്നിട്ട് കഴിക്കണം. അവൾ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിച്ചു. അപ്പൊ ഒരു ടൈം കൊടുത്ത് കഴിഞ്ഞാൽ ആള് കഴിക്കും. വാശി പിടിച്ചാലും ഓക്കെയോ. ചിക്കൻ എടുക്കല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പിന്നെ കുറച്ച് ആള് വന്നു. അതുപോലെ തന്നെ പറയണ സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുത്തിട്ടാണ് ശീലം. എന്ത് പറഞ്ഞാലും അവൾക്ക് മേടിച്ചു കൊടുക്കും. അല്ല ശിവോ? ചില സമയത്ത് അവള് പറയുന്ന സാധനങ്ങൾക്ക് നല്ല റേറ്റ് അതൊക്കെ മേടിച്ചു കൊടുക്കലുണ്ട്. ഇപ്പൊ കുഞ്ഞൊരു പാവയാണ്, ഇത്രയുള്ള പാവ, അത് അതിനൊരു കുഞ്ഞൊരു ബാഗും. അപ്പൊ ശോഭയില് പോയപ്പോ അല്ല അന്ന് പോയപ്പോ ശോഭയില് പോയപ്പോ അത് ഇതുപോലെ തന്നെ 2000 അടിക്ക് വന്നു. അത് മേടിച്ചു കൊടുത്തു. പക്ഷെ അത് മേടിച്ചു കൊടുക്ക കുഴപ്പമില്ല. പക്ഷെ ഇന്നലെ പോയപ്പോ 2-3 ബണ്ണും പിന്നെ കുഞ്ഞൊരു ചീർപ്പും. അതിന് 699 ഒരു പെട്ടി, ഇങ്ങനെ വലിയ പെട്ടി വെച്ചിട്ടുണ്ട്. ആകെ 2-3 ഐറ്റം ഉള്ളതില്ല. പക്ഷെ അതിന് 699 പറയുമ്പോ കുറച്ച് കൂടുതലാണ്. അവൾക്ക് അതുകൊണ്ട് വലിയ ഉപകാരം ഉണ്ടാവില്ല. അപ്പൊ അത് കാരണം കൊണ്ട് അത് മേടിച്ചു കൊടുത്തില്ല. കുറച്ച് നല്ല വാശിയായി അവിടെ കിടന്നുരുളാനൊക്കെ നോക്കി. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾ ഓക്കെ. പിന്നെ അവൾക്ക് ഞാൻ ബാഗ് വേണമെന്ന് ചോദിച്ചു. അപ്പൊ അവൾക്കത് വേണ്ട, അതന്നെ വേണമെന്ന് പറഞ്ഞു. പിന്നെ അവൾ ഓക്കെ ആയിട്ടാ. അവൾക്ക് പൈസ എത്രയായാലും അവൾക്ക് അത് ഉപകാരപ്പെടുന്ന സാധനമാണെങ്കിൽ ഞങ്ങൾ എന്തായാലും മേടിച്ചു കൊടുത്തിരിക്കും. കാരണം ഈ പ്രായത്തിലൊന്നും നമുക്ക് അങ്ങനത്തെ സാധനങ്ങളൊന്നും ഉപയോഗിക്കാനുള്ള പറ്റിയിട്ടില്ല. അവൾക്ക് ഇപ്പൊ എന്താവശ്യം ഉണ്ടോ അത് നമ്മൾ മേടിച്ചു കൊടുക്കും അല്ലേ? ഉപകാരപ്പെടണം. വാഴ ഒരു പ്രാവശ്യം കൂടി കാണാനുള്ളത് എനിക്ക് ഇഷ്ടപ്പെട്ടു. നമ്മളിങ്ങനെ സംസാരിച്ചത് ഇപ്പൊ ഇവിടെ എത്താറായി ഗൈസ്. നമ്മളങ്ങനെ ഇവിടെ എത്തിയിട്ടോ. പിന്നെ നമ്മള് ചെറുതിന് ഡ്രസ്സ് എടുത്തിട്ടുണ്ട്, അത് കൊടുക്കുന്നുണ്ട് ഇന്ന്. രസണ്ട് ഭാഗത്തിന് ഭയങ്കര ഷർട്ടിന്റെയും ഇതിന്റെയും കളർ സെയിം. ഗൈസ് അപ്പം നമ്മളിവിടെ എത്തിയിരിക്കുകയാണ് ഗൈസ്. ബ്യൂട്ടിഫുള്ളാണ്. ഒരുപാട് വണ്ടികളവിടെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറേ ഷൂട്ടോടെ നടക്കാൻ ചാൻസ് ഉണ്ട് കണ്ടാ. അതൊക്കെ സെറ്റുകളാണ്. നമുക്ക് ഇനി ഉള്ളിൽ പോയിട്ട് കൂടുതൽ വിശേഷങ്ങൾ കാണാം കേട്ടോ. ഇങ്ങോട്ട് പടി, അത് സെറ്റാണ്. ഇവിടെ സെറ്റാണ്, എല്ലാം സെറ്റാണല്ലേ. നൈസ്. യെസ്. കൂട്ടുകൊണ്ട് തരാ. ഫോട്ടോ എടുക്കോ? കിട്ടിണ്ട്. ഫോട്ടോ എടുക്കോ? ശിവ നീക്ക് ഫോട്ടോ എടുക്കണ്ടോണ്ടി.
അങ്ങനെ ഞങ്ങൾ മറ്റേ അൽറീം മന്തിയിലേക്ക് കയറി. അവിടെ നമ്മൾ താഴെ ഇരുന്ന് കഴിക്കുന്ന ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ, അവിടെ ഇരുന്ന് ഞങ്ങൾ നിന്നിട്ടാണ് കഴിച്ചത്. പിന്നെ ഉണ്ണിയോളുള്ള കാരണം, ചെറുതുള്ള കാരണം പിന്നെ അതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ എന്ന് വിചാരിച്ച് ഞങ്ങൾ അവിടെ നിൽത്തിരുന്നിട്ടാണ് കേട്ടോ കഴിച്ചത്. ഇങ്ങനെയുണ്ട്. ആ പൊട്ടിച്ചടി. ശിവയുടെ ഫ്രണ്ട് ഉണ്ടല്ലോ അഡ്മിക്ക്, എൻ്റെ അച്ഛനും അമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പടക്കൊക്കെ പൊട്ടിച്ചിട്ട് ഞങ്ങൾ നേരെ ചിറ്റ്ലിപ്പിലേക്ക് പോയത്. ചിറ്റ്ലിപ്പിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാലോ, കുട്ടുവിൻ്റെ വീടാണ്. അപ്പോൾ അവിടെ പിള്ളേർ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നൈറ്റ് പോയി, അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മൾ എന്താ പറയുക, മാലപ്പടക്കം, പടക്കം, അവൻ കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുപോയി അവിടെ പൊട്ടിക്കാൻ വേണ്ടി കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു. കുറേ ഗുണ്ടൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നേ, ഗുണ്ടും മാലപ്പടക്കം പിന്നെ അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ അവിടെ പോയി കത്തിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അപ്പോൾ അത് കാരണം കുറച്ച് ഐറ്റംസ് അവിടെ പോയിട്ടാണ് കത്തിച്ചത്. പിന്നെ നമുക്കിനി വിഷുവിൻ്റെ ദിവസം കൂടി കാണാം കേട്ടോ. ഹായ് ഗായ്സ്, അപ്പോൾ നമുക്കിന്ന് വിഷു ദിവസമാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ എങ്ങോട്ടാണ് പോകണമെന്ന് വെച്ചാൽ എൻ്റെ വീട്ടിൽ പോവാണ്. വിഷുവിൻ്റെ ദിവസമാണ്. അപ്പോൾ എല്ലാ വീഡിയോയും കൂടിയിട്ട് വിഷുവിൻ്റെ തലേദിവസത്തെയും വിഷുവിൻ്റെ ദിവസത്തെയും കൂടിയിട്ട് ഒരു ദിവസം ചെയ്താലോ എന്നാണ് വിചാരിക്കണത്. അപ്പോൾ നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് കുറച്ച് ലേറ്റായിട്ടാണ് എണീറ്റത്. കാരണം തലേദിവസം ചിറ്റിലപ്പള്ളി പോയിട്ടുണ്ടായിരുന്നു, ഇവൻ്റെ വീടിൻ്റെ അവിടേക്ക് പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ പടക്കമൊക്കെ പൊട്ടിച്ചു, ഗുണ്ടൊക്കെ പൊട്ടിച്ചു, മാലപ്പടക്കം പൊട്ടിച്ചു. പിന്നെ വേറെ ആരും ഉണ്ടായിരുന്നില്ല, ഇവൻ്റെ പിള്ളേരും ഞാനും ശിവ മാത്രം ഉണ്ടായിരുന്നു. ആഡ് ചെയ്തിട്ടുണ്ടാവും, നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അടിപൊളിയായിരുന്നു കേട്ടോ, കുറേ ചിരിച്ചു. പിന്നെ അതേ നമ്മളിപ്പോൾ എൻ്റെ വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ വീട്ടിലൊന്നും വെച്ചിട്ടില്ല, കാരണം വെച്ച് കഴിഞ്ഞാൽ എല്ലാ കൊല്ലാതെ ഞാൻ എന്തെങ്കിലും വീട്ടിൽ വെക്കും. കാരണം കാര്യം ഉണ്ടാവാറില്ല, ഉച്ചയാകുമ്പോഴേക്കും വീട്ടിലേക്ക് വരണ്ടേ. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചേച്ചി ഉണ്ണിയും അവിടെ ഉണ്ട്. ചേച്ചി ഉണ്ണിയും ഇനിയിപ്പോൾ 90 കഴിഞ്ഞിട്ട് എങ്ങനെയൊക്കെ പോകുന്നുണ്ടാവുള്ളൂ. അപ്പോൾ എന്തായാലും ഉണ്ണിക്ക് നമ്മളൊരു ഡ്രസ്സ് എടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ അത് കൊടുക്കണ്ടേ. ചേട്ടൻ ഇങ്ങോട്ട് വരാമെന്ന് വെച്ചിട്ട് തന്നെ ഇരിക്കുന്നത്. പക്ഷേ ഞങ്ങളെന്തായാലും അങ്ങോട്ട് പോകുന്നുണ്ട്. അങ്ങനെ ഇപ്പം എന്തായാലും വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കണം. അമ്മ കുറച്ച് വിഭവങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഞാനിപ്പോൾ അതിന് പറഞ്ഞ് ലിസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ. അപ്പം അങ്ങനെ നമ്മളിവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. അതല്ല പല്ലായാലും അച്ഛനെന്തെങ്കിലുമൊക്കെ ഞങ്ങൾ മേടിച്ചിട്ട് വരും കേട്ടോ. നട്ടപ്പാതിരാക്കി പോയിട്ട് ബാറിന്ന് മേടിച്ചാണ്. ബാറിന്ന് മേടിക്കുമ്പോൾ പ്രത്യേകത ഇരട്ടി പൈസ. അതെ, 3000 രൂപയായി. 1500 സാധനം 3000. അച്ഛൻ ഇപ്പൊ കൊടുക്കട്ടെ, ചെന്നിട്ട് കൊടുത്താൽ മതി. കണി സെറ്റ് ആക്കിണ്ട് കൊടുക്കുക അച്ചാച്ചന്, അച്ചാച്ചനും മമ്മിക്കും. ഒരെണ്ണ അച്ചാച്ചനോ. നല്ല കുട്ടി, അടിപൊളി ഉണ്ടല്ലോ കണി വെച്ചത്. അത് കൃഷ്ണ നല്ല ഭംഗിയുണ്ടല്ലോ. ചെറുതല്ലേ, ഇത് അമ്മമ്മക്ക് തന്നതല്ലേ. അമ്മാമ്മക്ക് ഞാൻ തന്നല്ലേ, കാരണം ഇങ്ങോട്ട് വേണ്ടാന്ന്. അച്ചാറുണ്ട് കേട്ടോ, ചോറ്, സാമ്പാർ, അവിയലൊക്കെ ഉണ്ട്. ഇത് ഭക്ഷണം കഴിക്കണേ. ഇതൊന്നും കഴിക്കാൻ പോകില്ല, പപ്പടം കൂട്ടി ചോറിനു. സാമ്പാർ കൂട്ടി കഴിച്ചൂടെ? സാമ്പാർ കൂട്ടി കഴിക്കില്ല. ചേച്ചിയുടെ വീട്ടിലെത്തി. നോക്കി
ഇനി അടുത്തത് ഇവനൊരു ഷർട്ടാണ് ഷർട്ട് 3 മാസത്തിൽ സെറ്റ് വെച്ച് നോക്കട്ടെ. ആനന്ദത്തേനിമ്പത്തേരിൽ നാനേ. അങ്ങനെ ചേച്ചിയുടെ വീട്ടിൽ നിന്ന് കാപ്പിയും ബജ്ജിയൊക്കെ കഴിച്ച് നേരെ വീട്ടിലേക്ക് പോയി. അപ്പോഴേക്കും വിജി വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവന് കൈ നീട്ടം കിട്ടിയ പൈസ ഉണ്ട്, അവൾക്ക് എന്തെങ്കിലും മേടിക്കണം എന്ന് പറഞ്ഞിട്ട് 3 കൂടിയിട്ട് പുറത്തേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. എന്റെ കുട്ടിക്ക് പേടിയൊന്നുമില്ല. ശിവ എങ്ങനെയുണ്ട്? ശിവ അമ്മ അമ്മേ അങ്ങനെ ഇത്രയൊക്കെയുള്ളൂ കേട്ടോ നമ്മുടെ ഈ കൊല്ലത്തി വിഷു. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ഓക്കെ ഗൈസ്, ബൈ.